ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നാക്ക് സൂക്ഷിക്കൽ അനിവാര്യമാണ്. ചില അൽപ്പന്മാർ മദ്ഹബിൻ്റെ ഇമാമിങ്ങളെയും മദ്ഹബിൻ്റെ അകത്തുള്ള ഇമാമുമാരെയും ആക്ഷേപിക്കൽ പതിവുണ്ട്. ആക്കിബത്ത് സൂക്ഷിക്കണം. കേൾക്കുകയും ഖാല ശൈഖ് ഇബ്നു ഹജറിൻ റഹിമഹുല്ലാഹു തആല ഫിൽ ഖൈറാത്തിൽ ഹിസാൻ. ബഹുമാനപ്പെട്ട ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തൻ്റെ ഖൈറാത്തുൽ ഹിസാൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഏതിൻ്റെ ശേഷം ബഅദമാ നഖല ഹദീസ ഇഖ്തിലാഫു ഉമ്മത്തി റഹ്മ, എൻ്റെ ഉമ്മത്തിലെ അയിമ്മത്തിൻ്റെ ഇഖ്തിലാഫ് ഉമ്മത്തിന് കാരുണ്യമാണ് എന്ന ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം വസ്വഹഹു, മഹാൻ അതിനെ സ്വഹീഹായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സംഗതികളൊക്കെ നോക്കിയിട്ട് അതിൻ്റെയൊക്കെ ശേഷം മഹാൻ പറയുക, ഫഅലൈക്കും അൻ തഅതഖിദൂ, നിങ്ങൾ മുറുകെ പിടിച്ചോളൂ, നിങ്ങൾ നിർബന്ധമായി വിശ്വസിച്ചോളൂ, അന്ന ഖിലാഫ അഇമ്മത്തിൽ മുസ്ലിമീന അഹ്ലിസുന്നത്തി വൽ ജമാഅത്തി ഫിൽ ഫുറൂഅ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഇമാമിയങ്ങളുടെ ഇഖ്തിലാഫ്, ഭിന്നാഭിപ്രായങ്ങൾ എവിടെ? ഫിൽ ഫുറൂഇ, ഫുറൂഇയാത്തിലുള്ള ഭിന്നാഭിപ്രായം. ഫിഖ് 4 മദ്ഹബല്ലേ? ഇമാം ഷാഫിഈ മദ്ഹബ്, ഹനഫി മദ്ഹബ്, ഹംബലി, മാലിക്കി. ഇതൊക്കെ അള്ളാഹുവിലേക്കുള്ള റൂട്ടാണ്, സ്വർഗത്തിലേക്കുള്ള വഴികളാ. 4 വഴികൾ എല്ലാം ചെന്നെത്തുന്നത് ഒരു ഇടത്തിലേക്കാണ്. ഈ ഭിന്നത നിഅമത്തുൻ കബീറത്തുൻ, വലിയ അനുഗ്രഹമാണ്. നമുക്ക് ഇങ്ങനെയും പോവാം, അങ്ങനെയും പോവാം, ഇങ്ങനെയും പോവാം, അങ്ങനെയും പോവാം. എത്തുന്നതോ ഇടം ഒന്ന്, സ്വർഗം. അല്ലാഹ് വറഹ്മത്തുൻ വാസിയത്തുൻ, വിശാലമായ ഒരു കാരുണ്യവുമാണ്. ഇപ്പം നമ്മളെ മദ്ഹബിൽ അന്യ പെണ്ണുങ്ങളെ തൊട്ടെന്താവും? വുളൂ മുറിയും. ഹനഫി മദ്ഹബിലോ മുറിയൂല. ആ ഖിലാഫ് കാരുണ്യമല്ലേ? ഉംറക്ക പോകുമ്പോൾ നമുക്ക് ആ മസാല എടുത്തൂടെ? അതെ, വിശാലമായ കാരുണ്യമാണ്. ഞമ്മക്ക് തിരിയാത്ത കുറേ രഹസ്യങ്ങൾ ആ ഭിന്നതയിൽ ഉണ്ട്. വലഹു സിർറുൻ ലതീഫുൻ അദ്റകഹുൽ ആലിമൂൻ, ആലിമീങ്ങൾക്ക് മാത്രം അറിയുന്ന കുറേ രഹസ്യങ്ങൾ ആ ഭിന്നതയിലുണ്ട്. നമ്മളയക്കൊന്നും കൈയിടാൻ നിൽക്കണ്ട, ആക്കിബത്ത് മോശമാക്കാൻ വേണ്ടി നിൽക്കണ്ട. വ അമിയ അൻഹു അൽ മുഅ്തരിളൂൻ അൽ ഗാഫിലൂൻ, ഈ ഇമാമുമാരെ ഈത്തിറാള് ചെയ്യുന്ന അശ്രദ്ധവന്മാരായ അന്തംഗമ്മികൾ, അവർക്കത് തിരിയില്ല. അതിനെ തൊട്ടവർ അന്ധരാണ്. അതുകൊണ്ട് വഅലൈക്കും അൻ തഹ്ദറൂ മിന തഅറുളി ലിമദ്ഹബി അഹദിൻ മിനൽ അഇമ്മത്തിൽ മുജ്തഹിദീന ബിത്ത്വഅനി വന്നഖ്സ്, ഈ പറയപ്പെട്ട മുജ്തഹിദുകളായ ഇമാമുമാരിൽ ഏതെങ്കിലും ഒരാളുടെ മദ്ഹബിനെ ആക്ഷേപിക്കൽ നിർത്തിവെച്ചോ. ശ്രദ്ധിച്ചോണ്ടി. ഫൈനലുഹുമഹും മസ്മൂമാ, അവരുടെ മാംസങ്ങൾ വിഷത്താൽ ഊട്ടപ്പെട്ടതാണ്. വഅദത്തുല്ലാഹി ഫീ മുന്തഖിസിഹിം മഅലൂമത്തുൻ, ഇതുപോലത്തെ ഇമാമിയങ്ങളെ ഈത്തിറാദ് ചെയ്യുന്നവർ, അവരുടെ മദ്ഹബിനെ കൊച്ചാക്കുന്നവരുടെ ആദത്ത് എല്ലാവർക്കും അറിയും. എത്ര ആളുകളുണ്ട് ഇമാം നബവി റളിയല്ലാഹുവിനെ പരിഹസിച്ച, കൊച്ചാക്കിയ ഒരു മനുഷ്യൻ മരിക്കാൻ സമയത്ത് ഓൻ്റെ നാക്ക് ഒരു മൃഗം വന്ന് കടിച്ചതുകൊണ്ട്. എത്ര സംഭവങ്ങൾ. ഈമാല്ലാതെ ചത്തുപോലെ. ശ്രദ്ധിക്കണം. ഫമൻ തഅറള ഇലാ വാഹിദിൻ മിൻഹും ഔ ഇലാ മദ്ഹബിഹി യഹ്ലികു ഖരീബാ, ഇവരെ എതിർക്കുന്നവർ, ഇവരുടെ മദ്ഹബിനെ എതിർക്കുന്നവർ വല്ലാതെ വൈകാതെ നശിച്ചു പോവും, ആത്മീയമായിട്ട് നശിച്ചു പോവും. ബിദ്അത്തിലേക്ക് കൂപ്പുകുത്തും,
കുഫ്രിയത്ത് വരെ വരും. അല്ലാഹു തആല കാക്കട്ടെ. അപ്പം നമ്മളെ മദ്ഹബിൻ്റെ ഇമാമിയങ്ങളുടെ ഇഖ്തിലാഫ് റഹ്മത്ത. അത് വിചാരിച്ച് നമ്മളെ അടിയുള്ള ഇഖ്തിലാഫുകളൊന്നും റഹ്മത്ത മനസ്സിലാക്കണ്ട. അതൊക്കെ ഇമാമീങ്ങളുടെ ഇബാറത്തുകൾ മനസ്സിലാക്കുന്നതിലുള്ള പിഴവുകൾ അധികവും. അല്ലാഹു തആല അതിലൊക്കെ സ്വവാബ് മനസ്സിലാക്കുന്നവരോട് കൂടെ നമ്മളെ ചലിപ്പിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.